ഹലോ സഞ്ചാരി, ഇന്ന് നിങ്ങളൊരു വേറെ സ്ഥലം കാണിക്കാനാണ് കൊണ്ടുവന്നത്. നമ്മൾ വയനാട്ടിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോവുകയാണ്. തൊട്ടിൽപ്പാലത്ത് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാഴ്ച നോക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. താമരശ്ശേരി ചുരമല്ല കേട്ടോ, കുറ്റ്യാടിച്ചുരത്തിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. എങ്കിലേ നമുക്ക് ആ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് അവിടെ, നമുക്ക് ആ വഴിക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെ നോക്കി, ഇതൊക്കെ ഇല്ല, ഇവിടെ കെട്ടിടാ, ഇതൊക്കെ നികത്തി, പുഴ നികത്തി കളഞ്ഞു. അടുത്ത റോഡ് പണിയാണ്. റോഡുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ കെട്ടിടം പണിയാണ്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. താമര പിടിച്ച് അപ്പൊ അതെല്ലാം തെങ്ങ് വെച്ചിട്ടാ പറ്റ മാറിപ്പോയി. ലോകം പനമരത്തിന്റെ ഭംഗി പോയി. നമ്മളിവിടെ എല്ലാം വരുക മുളപ്പുള്ളയും അതിന്റെ കുറ്റികളെല്ലാം ഉണ്ടാകുന്ന ചത്തില്ല കുറെ. ഗ്രൗണ്ടാ പുഴയിലും കൊറേ പോണോ? പോണ വഴിയല്ലേ ഇല്ലാത്ത കണ്ടടി പാലം മാനന്തവാടി പുഴ. എന്നാ വേണ്ട, ഒരുപാട് ദൂരം ഉണ്ടാ. പോണ വഴിക്കൊക്കെ പോയാ പോരെ. അല്ല, കൊറേ ദൂരം വലിയ ടൗണുകളൊന്നും അല്ല. വയൽക്കര എല്ലായിടത്തും കൊയ്തിട്ട നെല്ലും കൊയ്യാറായ നെല്ലും ഒക്കെ ഉണ്ട്. കാണാൻ നല്ല രസമില്ല കാഴ്ച. നല്ല കാഴ്ച. കോടമഞ്ഞിൽ മൂടി കിടക്കുന്നു. രാവിലെ ഈ തണുത്ത കാറ്റ് മുഖത്തടിച്ച് പോകാനൊരു സുഖം. നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇതാണ് നമ്മൾ തൊട്ടിൽപ്പാലത്തുള്ളതാണ്. ആദ്യം കൂടെ എല്ലാവരും ഇറങ്ങുമ്പോൾ വലിയ നിയന്ത്രണമൊന്നുമില്ല. ഇപ്പോൾ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അധികം ആരും ഇറങ്ങരുത്. ഇതൊക്കെ അപകടം നടന്നിട്ടുണ്ട് തോന്നുന്നു അവിടെ. എന്നാലും നമ്മൾ ദൂരെ നിന്ന് അധികം അപകടം ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നിട്ട്, വലിയ വെള്ളച്ചാട്ടമല്ല, കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമാണ്, ഉറവയാണ്. അത് ഈ പാറക്കെട്ടിലൂടെ ചെറിയൊരു ചാല് പോലെ പോവുകയാണ് ആ വെള്ളം. മഴക്കാലമായാലും മുകളിലേക്കൊക്കെ വെള്ളം കയറും, നിറയെ വെള്ളമായിരിക്കും. അങ്ങേറ്റത്തെ റോഡ് പാലം. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ. ഇത് കെട്ടിക്കിടത്തൊക്കെ ഈ നമ്മൾ അലങ്കാര മത്സ്യങ്ങൾ പോലത്തെ ചെറിയ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ, കളർ മീനുകൾ. വെയിലടിക്കുന്ന കാരണം മനസ്സിലാവുന്നില്ല അവരെ. അതിനകത്തുണ്ട് വെള്ളയും കപ്പ. അതുണ്ട് വളർത്തുന്ന മത്സ്യങ്ങൾ, അതുപോലത്തെ ചെറിയ മത്സ്യങ്ങൾ. നല്ല വെള്ളം കേട്ടോ, നല്ല ചിക്കനം. കാട്ടിൽ നിന്ന് ഉറവയായിട്ട് വരുന്ന പാറക്കെട്ടൂടെ അടിച്ചൊഴുകി വരുന്ന വെള്ളം. ആ മീനിനെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണ്, പക്ഷെ കിട്ടുന്നില്ല. കണ്ടോ വെള്ളം? ആ മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത്. അവിടെ മുകളിൽ ആരൊക്കെ കുളിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ കല്ലിൽ വഴുക്കലാണ് മുഴുവൻ. അറ്റം അങ്ങ് എവിടെയോ കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ്. അത് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ ഒരു പുഴയിലേക്കാണ് ഇത് ചേരുന്നത്. നിറയെ പാർക്കെട്ടാണ്. ചെറിയൊരു ഗ്യാപ്പ് കൂടെ ഒഴുകിയത് പോകുന്നു. ഇപ്പം വേനലായാലും അത്രയും വെള്ളം കാണും.
കണ്ടോ, ഇതൊക്കെ അപകടം പതിയിരിക്കുന്ന കുഴികളാണ് അവിടെയൊക്കെ. ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ അപകടത്തിൽപ്പെടും, സൂക്ഷിച്ച് നിന്നാൽ കുഴപ്പമില്ല. എല്ലാ രാവിലെ പോകുന്നവരൊക്കെ എല്ലാവരും യാത്ര ചെയ്യുന്നവർ വണ്ടി കൊണ്ട് പോകുന്നവരൊക്കെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങിയിട്ട് അതിൽ നിന്ന് കൈയും കാലം കഴുകിയിട്ട് കഴുകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അപ്പുറം കുഴികളിൽ വെള്ളമുണ്ട്. ഉണ്ടോ, അടിച്ചരഞ്ഞ് വരുന്ന വെള്ളം നല്ല ശക്തിയിലാണ് വരുന്നത്. മുകളിൽ നല്ല പാല് പോലെ മരം പതഞ്ഞ് മുകളിൽ വരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ കാടായതുകൊണ്ട് ഭയങ്കര ശല്യം ഉണ്ടാവും. നമ്മൾ താഴേന്ന് ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ബസ്സിലൊക്കെ പോകുന്നവർക്ക് കാണാം, നിർത്തിയില്ലെങ്കിലും ദൂരെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ പിന്നെ ഈ വഴി പോകുമ്പോൾ എപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം ഇതിൻ്റെ കരക്കിരുന്നിട്ടേ പോകാറുള്ളൂ. ഇത്രയ്ക്ക് നല്ല കാലാവസ്ഥയാണ് കാണാൻ ഭംഗി. ദൂരം പോയാണെങ്കിലും അവിടെ കയറി പോയാൻ തോന്നില്ല കേട്ടോ. എന്ത് വെള്ളം, ഞാൻ തെളിഞ്ഞ വെള്ളം. കാട്ടിലെ മരങ്ങൾ, ഔഷധം വെള്ളം വരുന്നത്. വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, നല്ല വൃത്തിയാണ് ഇതൊക്കെ. അടുത്ത് കടകളൊക്കെ ഉണ്ട്, ചായച്ചെറി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.